ഹായ് ഫ്രണ്ട്സ്, നവോദയ സ്കൂളുകളിലേക്ക് 6ാം ക്ലാസ്സിലേക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ് ഇപ്പോൾ. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മാത്തമാറ്റിക്സിലൂടെ ചേർന്ന് പഠിച്ച് നവോദയയിലെ സീറ്റ് ഉറപ്പാക്കൂ. ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 9446487743 and 9497645358. ജവഹർ നവോദയ സെലക്ഷൻ ടെസ്റ്റ് 2026 നടക്കുന്നത് ഡിസംബർ 13-നാണ്. ഈ വർഷത്തേക്കുള്ള നവോദയ സെലക്ഷൻ ടെസ്റ്റ് നടത്തുന്നത് ഡിസംബർ 13-ന് രാവിലെ 11:30 AM മുതലാണ്. കേരളത്തിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, കേരളത്തിലെ കുട്ടികൾ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 29 ആണ്. 2025 ജൂലൈ 29 ആണ്. ഇതിനായിട്ടുള്ള പ്രൊസീജിയർ ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. 26 വർഷത്തേക്കുള്ള സെലക്ഷൻ ആയിക്കൊണ്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷിക്കുന്നതിനായി നവോദയയിലേക്ക് ഫീസ് ഒന്നും നൽകേണ്ടതില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. കുട്ടിയുടെയും രക്ഷിതാവിൻ്റെയും ഒപ്പ്, അതുപോലെ തന്നെ കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കുട്ടിയുടെ ആധാർ നമ്പർ തുടങ്ങിയവ അപേക്ഷിക്കാനായി വേണം. ഇപ്പോൾ പ്രത്യേകം കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ളത് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ആർ നീഡഡ്: ഫോട്ടോഗ്രാഫ്, കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഓഫ് പാരന്റ്, സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, ആധാർ ഡീറ്റെയിൽസ്, കുട്ടിയുടെ ആധാർ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ്. ആധാർ ഇല്ലാത്ത കുട്ടികൾക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് മതിയാകും. അതോടൊപ്പം തന്നെ കുട്ടിയുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ബ്ലോക്ക്, ആധാർ നമ്പർ, അപ്പാർ ID എന്ന് പറയുന്നുണ്ട്, അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. 10 നമ്പർ, പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ, സ്കൂളിൽ നിന്ന് കിട്ടും. ഇവയെല്ലാം ആപ്ലിക്കേഷനിൽ നമ്മൾ പൂരിപ്പിക്കേണ്ടതായുണ്ട്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കണം. ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും ഒക്കെ ഒരു പ്രത്യേക സൈസിലാണ് അപേക്ഷിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ അപേക്ഷിക്കുന്ന അക്ഷയ സെന്ററുകാർ ചെയ്തു തരും. അപേക്ഷിക്കാനായി നവോദയ സ്കൂളുകളിലേക്ക് പ്രത്യേക ഫീസ് അടയ്ക്കേണ്ടതില്ല, ഫ്രീ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, മൊബൈലിലൂടെയൊക്കെ നമുക്ക് അപേക്ഷിക്കാം, വേണമെങ്കിൽ അപേക്ഷിക്കാം. അപേക്ഷാ ഫോറത്തിൽ ഒരു മൊബൈൽ നമ്പർ, പാരന്റിന്റെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ വാലിഡ് ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ അപേക്ഷ സമർപ്പിച്ചാൽ OTP, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ് തുടങ്ങിയവയൊക്കെ SMS രജിസ്ട്രേഷൻ വഴിയാണ് നമുക്ക് കിട്ടുക. അപ്പം അതിനായിക്കൊണ്ട് വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ, ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപേക്ഷാ ഫോറത്തിൽ ഒരു പ്രത്യേക കോളമാണ് റൂറൽ അർബൻ ഏരിയ സംബന്ധിച്ച്. 3, 4, 5 ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അർബൻ ഏരിയ, അതായത് മുനിസിപ്പൽ ഏരിയയിലുള്ള സ്കൂളുകളിൽ പഠിച്ചാൽ കുട്ടി അർബൻ ഏരിയ ആയി മാറും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടി പഠിച്ച സ്കൂളിൻ്റെ വിവരമാണ് ഇവിടെ ചോദിക്കുന്നത്. 3, 4, 5 ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും
മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സ്കൂളുകളിൽ പഠിച്ചാൽ കുട്ടി അർബൺ ഏരിയ ആയി മാറും. ഇതിൽ നമുക്ക് കള്ളം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ തെറ്റ് സൂചിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കോളം പ്രത്യേകം ശ്രദ്ധിക്കുക. 2025-26 വർഷത്തിൽ, അതായത് ഈ വർഷം ജൂൺ തൊട്ട് മാർച്ച് വരെയുള്ള കാലയളവിൽ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലയിലേക്കാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക. പ്രത്യേകം ശ്രദ്ധിക്കുക. 2025-26 വർഷത്തിൽ, അതായത് ഈ വർഷം ജൂൺ തൊട്ട് മാർച്ച് വരെയുള്ള കാലയളവിൽ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന ഡിസ്ട്രിക്റ്റിലേക്കാണ് നമുക്ക് അപേക്ഷിക്കാൻ ആവുക. ഇതിനെ സംബന്ധിച്ച എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതത് ജില്ലയിലെ നവോദയ വിദ്യാലയങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് സംശയവും നേരിട്ട് അന്വേഷിക്കാം. ഇനി പരീക്ഷാ സംബന്ധമായ വിവരങ്ങൾ. മെന്റൽ എബിലിറ്റി, അരിത്തമെറ്റിക്, ലാംഗ്വേജ്, ഈ 3 വിഭാഗങ്ങളിലായി 80 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് തരിക. അതിൽ മെന്റൽ എബിലിറ്റി വിഭാഗത്തിൽ പല പാറ്റേണുകളായി 10 തരത്തിലുള്ള ഡിഫറെൻറ്റ് പാറ്റേണുകൾ 4 വീതം 40 ചോദ്യങ്ങൾ 50 മാർക്കിനുണ്ടാവും. അരിത്തമെറ്റിക് ടെസ്റ്റ് മാത്സിലെ ബേസിക് ഐഡിയാസ് മുഴുവൻ ഉൾക്കൊള്ളുന്ന 25 മാർക്കിനുള്ള 20 ചോദ്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ കുട്ടിയുടെ ലാംഗ്വേജ് എബിലിറ്റി പരിശോധിക്കുന്നതിന് 25 മാർക്കിനായി കൊണ്ട് 20 ചോദ്യങ്ങൾ ഉണ്ടാകും. പാസേജിൽ നിന്ന് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 4 പാസേജുകൾ ഉണ്ടാവും, 20 ചോദ്യങ്ങൾ, മാർക്ക് 25. അങ്ങനെ ആകെ മെന്റൽ എബിലിറ്റി 40, അരിത്തമെറ്റിക് 20, ലാംഗ്വേജ് 20, 80 ചോദ്യങ്ങളും 100 മാർക്കിനുള്ള പരീക്ഷയുണ്ടാവും. നെഗറ്റീവ് മാർക്ക് ഈ പരീക്ഷയ്ക്ക് ഇല്ല. ഉത്തരങ്ങൾ എഴുതുന്നതിനായി OMR ഷീറ്റാണ് തരിക. 60 മിനിറ്റാണ് ഈ ചോദ്യങ്ങൾ എഴുതാനായി. 60 മിനിറ്റ് മെന്റൽ എബിലിറ്റി, 30 മിനിറ്റ് മാത്സ്, 30 മിനിറ്റ് ലാംഗ്വേജ്. ഇങ്ങനെ 2 മണിക്കൂറാണ് പരീക്ഷാ സമയം. മെന്റൽ എബിലിറ്റി കഴിഞ്ഞ കുട്ടിക്ക് അരിത്തമെറ്റിക്കും അതുപോലെ തന്നെ ലാംഗ്വേജും ഒക്കെ തുടർന്ന് എഴുതാവുന്നതാണ്. അപേക്ഷിക്കുന്നതിനായി കുട്ടിയുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ആ സിഗ്നേച്ചറിന്റെ സൈസ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. സ്വന്തമായി ചെയ്യുന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അക്ഷയ കേന്ദ്രങ്ങളിലാണെങ്കിൽ അവർ നിങ്ങൾക്ക് ചെയ്തു തരും. പാരൻസ് സിഗ്നേച്ചർ, അച്ഛൻ്റെയോ അമ്മയുടെയോ സിഗ്നേച്ചർ ആവാം. അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, SC, ST, OBC തുടങ്ങിയ വിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ട്. അതത് സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ട്. താലൂക്ക് ഓഫീസുകളിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ആധാർ സർട്ടിഫിക്കറ്റ്, ആധാർ നമ്പർ ഇനിയും കിട്ടിയിട്ടില്ലാത്ത കുട്ടികൾക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷിക്കാനായി പോകുമ്പോൾ നിങ്ങൾ കുട്ടിയെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, കൂടെ കൂട്ടുന്നത് നല്ലതായിരിക്കും.